മനസ്സിലാവുന്നില്ല. എന്റെ ആഗ്രഹം ഇതാണ് ഈ നാട്ടിലെ സ്ഥിതിയെങ്കിൽ സത്യം പറയണം, ശ്രീ പിണറായി വിജയനെ പോലുള്ളവർ ഇനിയും വരണം എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. കാരണം നമ്മളോടൊപ്പം നിന്ന് പൃഥ്വിരാജിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട്. പക്ഷെ അദ്ദേഹം സിനിമ പോയി കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിൽ പറഞ്ഞതനുസരിച്ച് വന്ന മെസ്സേജുകളുണ്ടല്ലോ, എനിക്കതൊക്കെ വാസ്തവത്തിൽ എനിക്ക് ഭയങ്കര അദ്ദേഹത്തിനോട് ഒരു തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. മല്ലിക സുകുമാരന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. പൃഥ്വിരാജിനെതിരെ വലിയ തോതിലുള്ള പ്രചാരണമാണ് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ളതും തുടരുന്നതും. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് വളരെ ശക്തമായ ഭാഷയിൽ മല്ലിക സുകുമാരൻ പറഞ്ഞത്, സംഘപരിവാറുകാരെ കേരളത്തിൽ തടയണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വീണ്ടും വരണം എന്ന് വെച്ചാൽ LDF സർക്കാർ വരണമെന്നും. അത് മല്ലിക സുകുമാരൻ്റെ മാത്രം വാക്കല്ല, അത് കേരളത്തിൽ ഫാസിസത്തിനെതിരെ, സംഘപരിവാറിനെതിരെ, ജനാധിപത്യത്തിനു വേണ്ടി, മതേതരത്വത്തിനു വേണ്ടി ശബ്ദിക്കുന്നവരുടെ വാക്കാണ്. അതാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. മല്ലിക സുകുമാരൻ ആ ഇന്റർവ്യൂയുടെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, സംഘപരിവാർ കുടുംബാംഗമായിരുന്നു ഞാനും, സംഘപരിവാറിൻ്റെ നേതാക്കൾ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്, അവർ എത്രമാത്രം സ്നേഹത്തോടെയാണ് സംസാരിക്കുക. എന്നാൽ ഇന്നത്തെ സംഘപരിവാറുകാർ എന്ന് പറയുന്നവർ വളരെ മോശമായ ഭാഷയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരായി മാറിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ BJPക്ക് എതിരെ, BJPയുടെ ആശയങ്ങൾക്ക് എതിരെ നിലകൊള്ളേണ്ടതുണ്ട് കേരളം എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് മല്ലിക സുകുമാരൻ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണം, അതല്ലെങ്കിൽ പിണറായി വിജയനെ പോലെയുള്ളവർ മുഖ്യമന്ത്രിയാകണം, മൂന്നാം LDF സർക്കാർ വരണം എന്ന് പറഞ്ഞു വെക്കുന്നത് മല്ലിക സുകുമാരൻ. അതോടൊപ്പം എമ്പുരാൻ സിനിമയ്ക്കെതിരെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നടത്തിയ പരാമർശമുണ്ട്, ഇനി വരുന്നത് എംബാം പുരാൻ ആണ് എന്ന് വെച്ചാൽ എംബാം ചെയ്ത എമ്പുരാനാണ് ഇനി വരാൻ പോകുന്നത് എന്ന്. 17 കട്ടുകൾ വരും എന്നൊക്കെ പറഞ്ഞ് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ 3 മിനിറ്റ് 27 സെക്കൻഡ് വെട്ടിയിട്ടുണ്ട്. അത് നിർമ്മാതാക്കൾ സ്വയം തിരുത്തലാണ്. അതിനെക്കുറിച്ച് നേരത്തെ പ്രസ്താവന ഇറക്കുമ്പോൾ പറഞ്ഞതാണ്, എമ്പുരാൻ ഇനി എംബാം ചെയ്ത എമ്പുരാനാകുമെന്ന് K. സുരേന്ദ്രൻ. അതിനെതിരെയും നിശിതമായ ഭാഷയിൽ പ്രതികരിക്കുന്നു മല്ലിക സുകുമാരൻ. അത് നമുക്ക് കേൾക്കാം. വേറൊരാള് പറയുന്നുണ്ട്, നാളെ തൊട്ട് നിങ്ങൾ എംബാം ചെയ്ത എമ്പുരാൻ കാണുമെന്ന്. എനിക്കൊന്നേ പറയാനുള്ളൂ, എമ്പുരാനെ എംബാം ചെയ്യുമോ എന്നൊരു ചെയ്തോട്ടെ, സ്വന്തം പാർട്ടി ആരും എംബാം ചെയ്യാതിരുന്നാൽ അവനവന് കൊള്ളാം. മല്ലിക സുകുമാരൻ പറയുന്നത്, BJPക്കാരാ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ പാർട്ടി എംബാം ചെയ്ത പാർട്ടിയായി മാറാൻ വേണ്ടി പോവുകയാണ് എന്ന് വെച്ചാൽ BJP കേരളത്തിൽ വളരാൻ പോകുന്നില്ല എന്ന് പറയുന്നു മല്ലിക സുകുമാരൻ. K. സുരേന്ദ്രന് കൊടുത്ത മറുപടി അതൊരു നല്ല മറുപടി തന്നെയാണ്. അതോടൊപ്പം മേജർ രവിക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് മല്ലിക സുകുമാരൻ പ്രതികരിച്ചത്. മേജർ രവിയാണ് മോഹൻലാലിൻ്റെ അടുത്ത് പോയി മോഹൻലാലിനെ കൊണ്ട് ഒരു മാപ്പ് തയ്യാറാക്കുകയും അദ്ദേഹം ആദ്യം പറഞ്ഞു മോഹൻലാൽ മാപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അടുത്ത് തന്നെ ഫേസ്ബുക്കിലൂടെ അത് പുറത്തു വിടും എന്ന് വെച്ചാൽ മോഹൻലാലിനെ ഒരു മാപ്പ് പറയാൻ വേണ്ടി കണ്ട് സംസാരിച്ച് അതിന് പ്രേരിപ്പിച്ചത് മേജർ രവിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ആ മേജർ രവി പറഞ്ഞത് മോഹൻലാൽ ഒന്നും അറിയില്ല, അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു എന്നാണ്. ആര് ചതിച്ചു എന്ന ചോദ്യമാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്. സ്ക്രിപ്റ്റ്, അതല്ലെങ്കിൽ തിരക്കഥ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടുണ്ട് മോഹൻലാൽ എന്നും പറയുന്നു. മേജർ രവി ചതിയനാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. BJP നേതാവാണ് മേജർ രവി. ആ മേജർ രവിക്കെതിരെയാണ് മല്ലിക സുകുമാരൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. അതും കൂടി കേൾക്കാം. അങ്ങനെ ഇതൊന്നും അവനെ അങ്ങനെ തളർത്തത്തില്ല. അവന് സങ്കടം എന്താ അറിയോ, ഈ തുടക്കത്തിലുള്ള സീനെ പൃഥ്വിരാജ് എഴുതി ചേർത്ത് ചതിച്ചതാണ്. കണ്ടില്ല, മറ്റേത് സ്ക്രിപ്റ്റ് കണ്ടില്ല, പ്രിവ്യൂ കണ്ടില്ല, നേരെ തിയേറ്ററിൽ ചെന്നപ്പോഴായിരിക്കും ഒരു സീനുണ്ട്. ശുദ്ധ നുണയല്ലേ ഒരു പട്ടാളത്തിൽ സേവിച്ച ഒരു മനുഷ്യൻ പറഞ്ഞത്. അയാൾക്ക് ആത്മാർത്ഥമായിട്ട് എവിടെങ്ങളിൽ നിന്ന് പറയാമോ സത്യമാണെന്നുള്ളത്? മോഹൻലാലും പറഞ്ഞിട്ടില്ല, ആന്റണിയും പറഞ്ഞിട്ടില്ല, അവർ പറയത്തുമില്ല. ഇത് എവിടെ തോന്നുന്ന ഒരാള് 3 ദിവസം മുമ്പ് സങ്കടം എഴുതി എന്റെ കയ്യിൽ തന്നിട്ടുണ്ടേ, ഞാൻ നാളെ തരാമെന്നൊക്കെ പറയാൻ. ഇവരൊക്കെ ആരാ? മോഹൻലാലിന്റെ രക്ഷിതാക്കളോ? നന്നായിരിക്കും, ഇല്ലാത്ത ശത്രുക്കളെ ഉണ്ടാക്കി വെക്കരുത്, അവരോടൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിലെല്ലാമുള്ള ഹൈലൈറ്റ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി അത് പിണറായി വിജയനാകണം എന്ന മല്ലിക സുകുമാരൻ്റെ വാക്കുകളാണ്. അത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും അത് ചർച്ചയായി മാറിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏക പാർട്ടി CPIM ആണ് എന്നും നേതാവ് പിണറായി വിജയനാണ് എന്നും പറയുകയാണ് മല്ലിക സുകുമാരൻ ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ ഒരു പൊതുഭാവമായി
മാറിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. വലിയ തിരിച്ചടിയാണ് UDF-ന് ഈ വാക്കുകൾ നൽകുന്നത്. കേവലം ഒരു സ്ത്രീയല്ല മല്ലിക സുകുമാരൻ. എത്രയോ നാളുകളായി സിനിമയിലും സീരിയലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാറുമുണ്ട് മല്ലിക സുകുമാരൻ. അവർ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ BJP വളരരുത് എന്നും കേരളത്തിൽ LDF CPM വീണ്ടും അധികാരത്തിൽ വരണമെന്നും പറയാൻ കാരണവും.